നടപടിയുടെ ഭാഗമായി ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? നേതാക്കളായിട്ടുള്ള ആരെങ്കിലും നടപടിയുടെ ഭാഗമായി മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് ഇപ്പം മാധ്യമ വാർത്തകൾ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ PSC മാധ്യമ വാർത്തകളാണ്. അതിനായിട്ട് താങ്കൾ വാർത്താസമ്മേളനം നടത്തിയില്ല. അതുപോലെ താങ്കളുടെ പാർട്ടിയിൽ ഇത്രയും വലിയ ക്രമക്കേടുകൾ നടക്കുന്നു, ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വരുന്നു, അത് പ്രതികരിക്കട്ടെ. അത് ഞാൻ സൂചിപ്പിച്ചാലോ ഇക്കാര്യത്തെക്കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓരോ ദിവസം കൂടുമ്പോൾ എത്ര ലക്ഷം, ആ ലക്ഷം, ഈ ലക്ഷം, ഇതിനോടൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് പരാതി ലഭിച്ചാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആ സമയത്താണ് ശ്രദ്ധിക്കുക. ഞങ്ങളെ ഈ സമയം വരെ ഞങ്ങളെ സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സമയം വരെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് അന്വേഷിക്കും. ഇല്ല, ശബ്ദരേഖയൊന്നും ഞാൻ കേട്ടില്ല. ഇനി മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ആദ്യം ഞാൻ ചോദിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പരാതി അച്ചടക്ക സമിതിയുടെ മുമ്പിൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് വ്യക്തികൾക്ക് കൊടുക്കാൻ സംഘടനാ വിവിധ തലങ്ങളുണ്ടല്ലോ, സംഘടനാ സംവിധാനങ്ങൾ, അവർക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ നിങ്ങൾ പരിശോധിക്കും. ഇത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല. ഒരു ശതമാനം പോലും ഞങ്ങൾ ഇതിനോട് സന്ധി ചെയ്യില്ല. നരേന്ദ്രമോദിയുടെ പാർട്ടി പ്രവർത്തകർ ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ട് കൊടിയുടെ പേരിൽ പണിതെടുക്കുന്നു. ഇതൊക്കെ വൈകാരികമല്ലേ? മറുപടി പറയണ്ടേ? അല്ല, അതെല്ലാം നിങ്ങൾ ഓരോ ദിവസവും ഓരോ വാർത്ത കൊടുക്കുന്നുണ്ട്. സ്വാഭാവികം, നിങ്ങൾ ആ വാർത്ത കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങളാരും നിഷേധിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവരോട് ചോദിക്കുന്നത് നല്ലത്. നിങ്ങളെവിടെ നിന്നെങ്കിലും വാർത്തകൾ കൊണ്ടുവരിക അല്ല. ഞാൻ ചോദിച്ചു, ഞങ്ങളെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് പരാതി ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങളെ സംബന്ധിച്ച് ഗൗരവമാണോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഇതുപോലത്തെ ഞങ്ങളിപ്പം ഞങ്ങൾ ക്രമക്കേടുകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് അപ്പം വേറെ എന്തെങ്കിലും പരാതികൾ എവിടെന്തെങ്കിലും വന്നാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പം ഞാൻ ചോദിച്ചല്ലോ, മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രതിനിധികൾക്ക് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതിൽ ഞങ്ങളാരും എതിരല്ല. പക്ഷെ നിങ്ങൾ കൊടുത്ത വാർത്തയുടെ ഉത്തരം ഞങ്ങൾ പറയണം, അതിന് നിലപാട് ഞങ്ങൾ വ്യക്തമാക്കണം എന്ന് പറയുന്നതിൽ ഞങ്ങൾ യോജിക്കുന്നു. അല്ലല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഈ വാർത്ത ഇപ്പം സംസ്ഥാന പ്രസിഡന്റിന്റെ വാർത്ത നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങൾ തന്നുകൊണ്ടല്ലേ? വാർത്താക്കുറിപ്പ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഞങ്ങൾ തന്നതല്ലേ? അപ്പം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വാർത്താക്കുറിപ്പ് വന്നത്. ഇല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ നിങ്ങൾ കൊടുത്തതാണ്. ഞങ്ങളെ സംബന്ധിച്ച് അല്ല, ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഇതിൽ ഈ അച്ചടക്ക സമിതി രൂപീകരിക്കുക, അച്ചടക്ക സമിതിക്ക് പരാതി കിട്ടി അതിനെക്കുറിച്ച് അന്വേഷിക്കുക, പരിശോധന തന്നെ കണ്ടെത്തിയ നടപടി സ്വീകരിക്കുക, ഇതൊന്നും അത് ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഞങ്ങൾ സാധാരണ രീതിയിൽ സംഘടനക്കകത്തുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഞങ്ങളത് നിങ്ങൾ ഒരു അസാധാരണമായ രീതിയാണെന്ന് നിങ്ങൾ കരുതണ്ടേ? നിങ്ങൾ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മുന്നിൽ, ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ മുന്നിൽ, അച്ചടക്ക സമിതിക്ക് മുന്നിൽ സാധാരണ രീതിയിൽ ഞങ്ങൾ അനുസരിച്ച് പരാതികൾ വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ പരിശോധിക്കാറുണ്ട്, കണ്ടെത്താറുണ്ട്, അന്വേഷിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് അതിലൊരു പുതുമയൊന്നുമില്ല. എനിക്കറിയില്ല. അല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊക്കെ എനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കോ എനിക്ക് ബന്ധം ഉണ്ടാവണം നിർബന്ധമില്ല എല്ലാവരുമായിട്ട്. അപ്പോൾ എനിക്കതായാലും ഇങ്ങനത്തെ താങ്കൾ സൂചിപ്പിച്ച ആളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല.
നടന്നു ഈ പ്രസ്ഥാനം നടത്തിയ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ഓഫീസിൽ നിന്നാണ് പലപ്പോഴും ഈ പറയുന്ന വലിയ 30 ലക്ഷം രൂപ കുടിയുടെ പേരിൽ കമ്മീഷൻ വാങ്ങി പറയുകയാണ്. അത് ഓടി വരികയാണ്. സാധാരണക്കാരായ ഈ സംഘടന നിൽക്കുന്ന ആൾക്ക് വലിയ വേദന ഉണ്ടാക്കില്ലേ? അവിടെ ഒരു അന്വേഷണം വേണ്ടേ? അല്ല, താങ്കളുടെ ആദ്യ ഭാഗത്തെ ആ പ്രസ്താവനയെ ഞാൻ അംഗീകരിക്കുന്നു. അതായത് കെ ജി മാരാർജിയെ പോലെ ആളുകൾ വളരെ ത്യാഗത്തോടെ, സഹനത്തോടെ, സമർപ്പണ ഭാവത്തോടുകൂടി പ്രവർത്തിച്ചാണ് BJP ഈ അവസരത്തിലെത്തിയത്. അതുപോലെ അത് മാത്രമല്ല, അതുപോലെ ആ പാത പിന്തുടർന്നുകൊണ്ട് ലക്ഷാവധി പ്രവർത്തകന്മാരുടെ അത്തരത്തിലുള്ള ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 3 MLA-മാരെ വിജയിപ്പിക്കത്തക്ക രീതിയിൽ ഏതാണ്ട് 15% വോട്ട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് BJP മാറിയത്. അക്കാര്യത്തിൽ നമ്മുടെ പ്രവർത്തകർക്ക്, അനുഭാവികൾക്ക്, BJP സ്നേഹിക്കുന്നവർക്ക് പൂർണ്ണ വിശ്വാസം ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും ഒരു പോറൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടും ഒരു സമീപനവും ഭാരതീയ ജനതാ പാർട്ടി ഭാഗത്തുണ്ടാകും. ദാസേട്ടന് 2:30 ട്രെയിനാണ്. നമുക്ക് നിർത്താം. അല്ലല്ല ഇത് അങ്ങനെ ഇത് തുടർന്ന് പോയാൽ ഇങ്ങനെ പോവുള്ളൂ. നാടകമൊന്നുമല്ല, പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അല്ല, ഞാൻ അത് നിങ്ങൾ അല്ല പ്രശാന്ത്, അതല്ല നോ, നിങ്ങളിങ്ങനെ ഇപ്പം നിങ്ങളെ മാധ്യമങ്ങളിൽ ഇതുപോലത്തെ 31ൻ്റെ കണക്ക്, കോടികളെ കണക്ക്, ദശകോടികൾ എന്നൊക്കെ പറഞ്ഞ് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിൻ്റെ ദശകോടിയുടെ കണക്ക് ഞാൻ ഉത്തരം പറയണമെന്ന് പറയുന്നതിനോട് മാത്രമേ വിയോജിപ്പുള്ളൂ. ഞാനെന്നല്ല, ഞാൻ വ്യക്തിയല്ല, ഞങ്ങൾ പാർട്ടി മറുപടി പറയണമെന്ന് പറയുന്നതിനോടാണ് വിയോജിപ്പുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്ന ഒരു അഴിമതിയോട് സന്ധി ചെയ്യുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. ആദർശാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ് BJP. നിരവധി ആളുകളുടെ ബലിദാനത്തിൻ്റെ ഭാഗമായി വളർന്നു വന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു അടി പോലും, ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് ഞങ്ങളെ പ്രവർത്തകർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും 100% വിശ്വാസമുണ്ട്. അതുമായി മുന്നോട്ട് പോകും.